എവരി വൺ. ബിഗ് ബോസ് ഒക്കെ തുടങ്ങാൻ പോവുകയല്ലേ. ഒരു ചെറിയ അനലൈസേഷൻ ആൻഡ് സെയിം തിങ് പേളി മണി വെച്ചിട്ടാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് പേളി മണിയുടെ മൂത്ത കുഞ്ഞിൻ്റെ ആ ഒരു ഇത് അപ്പോഴ് പേളി മണിയുടെ കെയറിങ്, ഓവർ കെയറിങ് ഒക്കെ ഏകദേശം നമുക്ക് നമ്മുടെ ലൈഫായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞാനൊരു സ്ഥിരം വ്യൂവറായിരുന്നു. സെക്കൻഡ് ബേബി വന്ന ശേഷം പിന്നെ അധികം അങ്ങനെ കാണാൻ പോയിട്ടില്ല. ബട്ട് ഫസ്റ്റ് ബേബിയുടെയൊക്കെ കുറേ ആറ്റിറ്റ്യൂഡ് മാനറിസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിമ്മിയും പോയാന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റുമായിരുന്നു, ഇഷ്ടവുമായിരുന്നു. ഇപ്പം ഞാൻ ചുമ്മാ വെറുതെ പോയി നോക്കിയതാണ്. പേളി മണിയുടെ ആ ഒരു മൊത്തത്തിൽ തകർച്ചയുടെ ഒരു വലിയൊരു സംഗതി ഇപ്പോൾ പോയി കാണാം. നല്ലൊരു മോട്ടിവേറ്റർ ആയിരുന്ന പേളി മണിക്ക് പെട്ടെന്ന് സംഭവിച്ചത് എന്ത് എന്നുള്ളതാണേ. അതിൻ്റെ കൂടെ ഒരു കാര്യമുണ്ട്. നമ്മൾ മിക്ക ആൾക്കാരുടെ ഒരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ബോസ് വ്യൂവേഴ്സിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ എല്ലാവരോടും ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. ഔട്ട്സൈഡ് ഇപ്പം നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. എല്ലാവരും കൂടെ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടാൽ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു രീതിയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ വിട്ടുപോകുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു മീഡിയം അവിടെ ഈ എല്ലാവരെയും കൂടെ ഒരു മുറിക്കകത്ത് കൊണ്ടിടുകയാണ്. മീൻസ് ഒരു സ്പെസിഫിക് സ്പേസിൽ കൊണ്ടിടുകയാണ്. അവിടെ അവർക്ക് മനസ്സിലാകുന്നതാണ് ഈ പറയുന്ന വ്യക്തി പ്രശ്നക്കാരിയാണെന്നുള്ളത്. അവർ സറൗണ്ടിങ്സ് നോക്കുകയോ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആരൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് നോക്കുകയോ ഒന്നുമല്ല. ബ്ലൈൻഡ്ലി അവർ അവിടെ നടക്കുന്ന ഒരു വിഷയത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ പറയുന്ന വ്യക്തിയെ അവർ ഒറ്റപ്പെടുത്തുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും പേർക്ക് മനസ്സിലായ, അതായത് ഇത്രയും അടുത്ത് നിൽക്കുന്ന അത്രയും മനുഷ്യർക്ക് മനസ്സിലായ കാര്യം നമുക്ക് മനസ്സിലാകത്തില്ല. അതിൽ നല്ലൊരു പങ്ക് അതിൻ്റെ എഡിറ്റേഴ്സിനുണ്ട്. അവർ കൃത്യമായി അതൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള സാധനം നമുക്ക് കൊണ്ട് തരുന്നത്. അപ്പം നമ്മൾ ക്വാളിറ്റി നോക്കത്തില്ല, പകരം ഈ പറയുന്ന ഒരു സ്പെസിഫിക് അറ്റാക്ക് മാത്രം നോക്കുന്നത്. ഇപ്പോൾ റോബിന് കിട്ടിയിരുന്ന അക്സെപ്റ്റൻസും അത് തന്നെയായിരുന്നു. എല്ലാവരോടും റോബിനെ ഒഴിവാക്കി, റോബിനെ ഇൻസൾട്ട് ചെയ്തു, പുറത്താക്കി, ഇങ്ങനെ കുറേ കാര്യങ്ങളാണല്ലോ നമുക്ക് അതിനകത്തുള്ളത്. ഇപ്പം റോബിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് റിയൽ ആയിട്ട് അവൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നവർക്കേ അറിയുള്ളൂ. അതേപോലെ തന്നെ ബിഗ് ബോസിൽ അഖിൽ മാരാറിനെ നമ്മളെല്ലാവരും ജയിപ്പിച്ചു വിട്ടു, ഇല്ലേ? ഞാനില്ല കേട്ടോ, നിങ്ങളെല്ലാവരും ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ളത് അതിനകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി. പുറത്തുള്ള കുറേയധികം പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തുണിപൊക്കി മാരാർന്ന് വയ്ക്കാനാണ് എനിക്ക് അയാളെ ഇഷ്ടം. കാരണം അങ്ങനെയായിരുന്നു, അയാളോടെ തുണിപൊക്കി കാണിച്ചു. ഇത് വേറെ ആരെങ്കിലും ചെയ്ത ഒരു സെബിൻ മുമ്പ് ജസ്റ്റ് ഒരു ഗസ്റ്റർ കാണിച്ചതിന്, അതും അതിനകത്ത് ജാസ്മിൻ ജാഫർ കാണിച്ച വൃത്തികേടിന് കണക്കും കൈ ഉണ്ടായിരുന്നില്ല. അവന് സഹിക്കാൻ വയ്യാതെ ഒരു ഗസ്റ്റർ കാണിച്ചാൽ അവനെ പിടിച്ച് പുറത്താക്കി. എത്രയോ നല്ലൊരു പ്ലെയർ ആയിരുന്നു അവനെ അവിടെ നിർത്താതെ അവനെ പിടിച്ച് പുറത്താക്കാനുള്ള ഒരു കാരണം ജാസ്മിൻ ജാഫർ മാത്രമാണ്. ഈ പുറത്തവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ്, നല്ല രീതിയിൽ മിക്സപ്പ് ആയി പോകുന്നുണ്ട്, അവർക്കൊന്നും ഒരു ദേഷ്യമോ ഇതൊന്നുമില്ല. പക്ഷെ ആ ഒരു സ്പെസിഫിക് പോയിന്റിൽ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് പേളി മാണിയെ പോലുള്ളവർ ഹൈലൈറ്റ് ചെയ്യുന്നതും അവരുപയോഗിക്കുന്നതും. പേളി മാണി ഷോയിൽ പേളി മാണി ഉണ്ടായിരുന്ന ആ ഒരു ബിഗ് ബോസ് ഷോയിൽ അന്ന് സാബുമോൻ ജയിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം പേളി അത്രത്തോളം സഹിച്ചില്ല, അവൾക്കത് ഡിസേർവിങ് ആണല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത് കേട്ടോ. പക്ഷേ പേളി അത് ഡിസേർവിങ് അല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞ സമൂഹമാണ് സാബുവിനെ ജയിപ്പിച്ചതിന് ഒരു കാരണമുണ്ട്. അന്ന് ലസീത പാലയ്ക്കതിനെതിരെ ഒരു വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ കേസ് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പുള്ളിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ട് ലസീത കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലസീത പാലയ്ക്കലിനെതിരെ അത്രയും ശക്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് അതിനകത്ത് പോയി എന്നുള്ളതായിരുന്നു അയാൾക്ക് കിട്ടിയ ഹൈലൈറ്റ്. ലസീത ഒരു സംഘിണിയാണ്, സംഘികൾക്ക് അഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു പറ്റം മറ്റൊരു വിഭാഗത്തിലുള്ള ആൾക്കാരാണ് അവനെ ജയിപ്പിച്ചു വിട്ടത്. കമ്പാരിറ്റീവ്ലി അന്ന് കപ്പ് കിട്ടേണ്ടിയിരുന്നത് പേളിക്ക് തന്നെയായിരുന്നു. പക്ഷെ പേളി ഡിസേർവിങ് അല്ലായിരുന്നു എന്ന് ഇപ്പോൾ കാലങ്ങൾക്കിപ്പുറം നമുക്ക് ബോധ്യപ്പെട്ടു. അത് സംഗീസം പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല കേട്ടോ, അവൾക്ക് കാവി കളർ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ടല്ല. ഓറഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്, ഈ ഇത്രയും സംഗി പിടിച്ച കളറല്ല, ഓറഞ്ച് ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ്. അതുകൊണ്ടൊരു കുറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അവർ നിൽക്കുന്ന ഒരു മീഡിയ പേഴ്സണായിട്ട് നിൽക്കുമ്പോൾ അതിനകത്തേക്ക് ഒത്തിരി പേര് വരും. ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാനായിട്ടാണെങ്കിലും ഒത്തിരി സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ സിബി മലയിലിൻ്റെ മകനെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ഇകഴ്ത്താൻ പാടില്ല. അവരൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അങ്ങനെ ആളുകളെ നല്ല രീതിയിൽ പ്രഭാഷണം കൊണ്ട് കൈയടക്കി അവരെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഒരാളുടെ വീഴ്ചയെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതൊരു മോശപ്പെട്ട പരിപാടിയാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അതാണ്. ബാക്കി അവരുടെ സംഗീസം അവർ പറഞ്ഞോട്ടെ, എനിക്കത് സംഗീസമായിട്ടല്ല തോന്നിയത്. മണിയാണ് മാറ്റർ. അവർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പൈസ.
അവർ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഏത് രീതിയിലുള്ള പ്രൊമോഷൻ ചെയ്യും. നാളെ ഷിറ്റിൻ്റെ പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞാലും ആ പെണ്ണ് അത് ചെയ്യും. കാരണം അവർക്ക് ഒറ്റ ഇതേ ഉള്ളൂ, കിട്ടുന്ന സമയത്ത് പൈസ കിട്ടുക എന്നുള്ളത്. ഇപ്പം നമ്മളെല്ലാവരും കൂടെ അത് തെളിയിക്കുകയും ചെയ്തു. കാരണം ഇപ്പോൾ അവളുടെ ചാനലിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. ആരുമില്ല, ആരും നോക്കാനില്ല. 46 ലക്ഷം പേരുള്ള ഒരു ചാനലിൻ്റെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. 46K പോലും വ്യൂ പോകുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് മുമ്പ് ഞാൻ നോക്കുമ്പോൾ അത്രയൊക്കെ വ്യൂ ഉള്ളൂ. അണ്ടർ 50K അകത്തെ വ്യൂ ഉള്ളൂ. മറ്റേത് അവർ ഇട്ട് 1 മണിക്കൂറിനകത്ത് 1 ലക്ഷം ഓടി കയറുന്നത് കാണാമായിരുന്നു. അത്രയ്ക്ക് ഫാൻ ഫെയിം ഉള്ള ഒരു വ്യക്തിയാണ് പിന്നെ പേളി മണി. ആ പേളിയെ തകർത്ത് ധാരിപ്പണമാക്കിയത് ഈ ഒരു പ്രൊമോഷൻ അവർ ചെയ്യാൻ പോയിട്ടാണ്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് ചൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ അത് ബാധിക്കും എന്നുള്ളത് പേളി മണിയുടെ ഒരു ലൈഫ് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ബോധ്യപ്പെടും എന്നുള്ളതാണ്. ചാനൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടും. മുമ്പൊക്കെ അവർക്ക് വന്നിരുന്ന വ്യൂസ് നോക്കുക, ഇപ്പോൾ അവരുടെ വ്യൂ നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടും. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ പുള്ളിക്കാരത്തി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ശ്രീനിയില്ല, കുട്ടികളില്ല, തനിച്ച് എവിടെ ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ് ആൾ. അഫ്കോഴ്സ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു സൈബർ ബുള്ളിങ് അക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും നല്ല മാർഗം ദൂരെ എവിടെയെങ്കിലും യാത്ര പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. പക്ഷേ അതും എടുത്ത് ഒരു ഇതാക്കാം എന്ന് വിചാരിച്ചപ്പം ഫ്ലോപ്പായി എന്നുള്ളതാണ്. ഇത് കാണുന്ന നമുക്ക് മനസ്സിലാകുന്ന, എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പേളിക്ക് തന്നെ ഇത് സോൾവ് ചെയ്യാം. പേളി നിസ്സാരമായിട്ട് ഇത് സോൾവ് ചെയ്യാന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരു പേയ്മെൻറ്റ് വാങ്ങിയിരുന്നു എന്നുള്ള കാര്യം പച്ചയ്ക്ക് അങ്ങോട്ട് പറയുക. യെസ്, അവർ നമുക്ക് പേയ്മെൻറ്റ് തന്നിരുന്നു, ഈ കാര്യം ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഗവൺമെൻറ് അല്ലേ തന്നത്, അതുകൊണ്ട് ഞാനിത് ചെയ്തു എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പേളി രക്ഷപ്പെടും. അതാണ് സത്യം. അല്ലാതെ പേളി ഇതിനെ ഇങ്ങനെ പൊലിപ്പിക്കാനും ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ക്രിറ്റിസിസം കേൾക്കേണ്ടി വരും. ഞാനൊരു സംഖ്യയല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ ആണെങ്കിൽ ഒന്നും പറയാനില്ല, ആയിക്കോട്ടെ, അത് അവരുടെ രാഷ്ട്രീയമാണ്. ആൻഡ് സെക്കൻഡ് തിങ്, വളരെ ഓപ്പൺ ആയിട്ട് സിബി മലയിലിൻ്റെ മകനോട് ചെയ്ത് തെറ്റ് എന്ന് തന്നെ പറയുക. അല്ലാതെ സ്കൂൾ ടീച്ചർ കളിക്കാനും വന്നിരുന്നുകൊണ്ട് പഠിപ്പിക്കാനും ഒന്നും നിൽക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. അതിന് പകരം ഇങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഭയങ്കര മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരത്തെ സെൽഫായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നോക്കുക. ഒരു കാരണവശാലും അത് നമ്മൾ ഈ എന്താ പറയണേ, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടൽ പോലെയാകും. പ്രശ്നങ്ങൾ എടുത്താണ് ശരിക്കുള്ള മോട്ടിവേഷൻ നടക്കുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്ന എപ്പോഴെന്നറിയാമോ, നമ്മൾ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഇങ്ങനെ ഒളിച്ചോടുന്ന പേളിക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറേയധികം പേരുണ്ട്, ഇൻക്ലൂഡിങ് അനുമോൾ ഉൾപ്പെടെ ഒത്തിരി പേര് അങ്ങനെയാണ്. നമ്മൾ അതിനകത്ത് കാണുന്ന ആൾക്കാരല്ല പുറത്ത് എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ അനുമോളുടെ കാര്യം ഞാൻ പറയാം. ഈ ഒരു പേളിയുടെ അതേ കാറ്റഗറിയാണ് അവരും. എങ്ങനെയെന്നറിയാമോ, ഇപ്പം നമുക്ക് തോന്നും അവരവിടെ ഒത്തിരി അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയും പേരും കൂടെ ചേർന്ന് ഒരാളെ ആക്രമിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും, നല്ല രീതിയിൽ വിഷമം തോന്നും. നമ്മളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, കുട്ടി എന്തെങ്കിലും ചെയ്ത് കളയും. എത്ര അവനകത്ത് അവനെ എല്ലാവരും കൂടെ ആയിട്ട് കൊത്തി പറിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തർക്കമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിൾ അതിനകത്തുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയില്ല. അതെൻ്റെ ഇപ്പോൾ പേളി മണിയുടെ ഈ ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പോയിന്റ് ചിന്തിക്കാൻ തുടങ്ങിയത്. ഇത്രയധികം മനുഷ്യർ ഒരാളെ കുറ്റപ്പെടുത്തുന്നു എങ്കിൽ അതിനകത്ത് എന്തോ ഇല്ലേ? അത് പുറത്താണെങ്കിൽ ഓക്കെ, ഇപ്പോൾ പുറത്തൊരു വിഷയമാണെങ്കിൽ പലർക്കും പല ഇതുണ്ടാകും, അത് അവരുടെ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതിനകത്തെന്ന് പറയുമ്പോൾ അവർക്ക് പൊളിറ്റിക്കൽ വ്യൂ പറയാൻ പാടില്ല, റിലീജിയസ് ബേസ്ഡ് പറയാൻ പാടില്ല, ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻ ഉള്ളൊരു സ്ഥലമാണ് ബിഗ് ബോസ്. അപ്പോൾ അവിടെ അവരെന്ത് പറഞ്ഞിട്ടായിരിക്കും അവർക്ക് ഇത്രയും ആക്രമണം കിട്ടുന്നത്? അവരുടെ പേഴ്സണാലിറ്റിക്കാണ്. അവരുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് ചുറ്റും നിൽക്കുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഡേ നൈറ്റ് അവരവിടെ ഉണ്ട്. നോട്ട് ഓൺലി 1 day, 100 days നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികളാണ്. അതിലൊരു 50 days എന്ന് പറഞ്ഞാലും ഇനഫ് ഈസ് ഇനഫ്. നമുക്ക് ഒരാഴ്ച ഒരാളെ സഹിക്കാൻ പറ്റൂ. അപ്പോൾ അത്രയും ടോക്സിക് ആണ് ആ വ്യക്തി എന്നുള്ളത് കൊണ്ടാണ് അവരെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് വസ്തുത. നമുക്ക് കിട്ടുന്ന സാധനം, പുറത്തേക്ക് വരുന്ന സാധനം എല്ലാം ഒന്നും ഉണ്ടാകത്തില്ല. 24/7 ആണ് എങ്കിൽ പോലും നമുക്ക് എല്ലാം ഒന്നും അവർ പബ്ലിഷ് ചെയ്യത്തില്ല. ഈ പാർട്ടി ഓരോ ഇൻ പേഴ്സൺ ആയിട്ടല്ലേ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്നും അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും ഒരു നല്ലൊരു രീതിയിൽ ഇപ്പോൾ നമ്മൾ എന്തായാലും ബിഗ് ബോസിനെ പറ്റിയിട്ട് റിവ്യൂ ഇടും. അവർ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഞാൻ എന്തായാലും നെക്സ്റ്റ് റിവ്യൂവിൽ അതിൽ കൃത്യമായി പറയും. എനിക്കതാണ് മനസ്സിലായത്. നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ തെറ്റ്, ആ തെറ്റ് ഇതാണ്. എല്ലാവരും കൂടെ ഒരാളെ ടാർഗറ്റ് ചെയ്യണു, അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുന്നു, അയാളെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യണം. അത് ഇനി ആവർത്തിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ എല്ലാവരും കൂടെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാകും. ചുമ്മാ ആരെയും ടാർഗറ്റ് ചെയ്യത്തില്ലല്ലോ. ഇപ്പോഴും ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യം, അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല, റിലീജിയൻ ഇല്ല, വേറെ ഒന്നുമില്ല. ബട്ട് ഹൗ ഇത്രയും പേര് ഒന്നിച്ചെന്ന് ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തോ പിഴവുണ്ട്. അത് പുറത്തു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന. ഉദാഹരണം,
അഖിൽ മാരാർ. സ്ത്രീലമ്പളനായ, സ്ത്രീകളെ അത്രയും മ്ലേച്ഛമായ അവഹേളിച്ച ഒരു വ്യക്തിയാണ് അഖിൽ. അവിടെ ശോഭ ശരിയല്ലായിരുന്നു, അതിൽ ശോഭ ശരിയായിരുന്നെങ്കിൽ ശോഭയ്ക്കായിരുന്നു കപ്പ് പോകേണ്ടത്. പക്ഷേ ശോഭ തെറ്റ് തന്നെയാണ് എന്നുള്ള ബോധ്യം പുറത്തുള്ളവർക്ക് ഉള്ളത് കൊണ്ടാണ് ആ ശോഭയ്ക്ക് ആ അക്സെപ്റ്റൻസ് കിട്ടുക. പക്ഷേ അഖിൽ മാരാർ എല്ലാവരാലും പീഡിപ്പിക്കപ്പെട്ടു, എല്ലാവരാലും ഉപദ്രവിക്കപ്പെട്ടു എന്നൊരു നരേഷൻ കൊണ്ടുവന്നാണ് കപ്പും വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ളത്. ബാക്കി ഇപ്പം സാബുമോന് കിട്ടിയത് പുറത്തുനിന്നുള്ള അക്സെപ്റ്റൻസ് ആണ്. അകത്ത് അയാൾ ആരുമായിട്ടും തർക്കം ഉണ്ടായിരുന്നില്ല, ബഹളം ഉണ്ടായിരുന്നില്ല, പറയേണ്ട കാര്യങ്ങൾ ഓൺ ടൈം ഓൺ പോയിന്റ് പറയുന്നു, എല്ലാവരോടും അയാളെ ടാർഗറ്റ് ചെയ്തില്ല. അയാളെ എന്തെങ്കിലും പറയാനായിട്ട് എല്ലാവരോടും 10 വട്ടം പേടിക്കും, കാരണം നല്ല പോലെ പറയും, മറുപടി ഉണ്ട് അയാൾക്ക്. അപ്പം നമ്മൾ ഓരോ കണ്ടസ്റ്റൻസിന് അല്ലെ അവിടുന്ന് വിജയിച്ചു വന്ന ഓരോരുത്തരുടെ എടുത്ത് വെച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കും. ഇപ്പം ഇതേപോലെ ഒരു അവസ്ഥയാണ് രാഹുൽ ഈശ്വർ. ഇങ്ങനെ അവിടുന്ന് ജയിച്ച് വന്ന ഓരോ വ്യക്തിയെ നിങ്ങളെടുത്ത് വെച്ച് അനലൈസ് ചെയ്ത് നോക്ക്. അപ്പം നമുക്ക് കാര്യം പിടികിട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ കമൻസിൻ്റെ ബഹളമാണ്. കമൻസ് കുറേ ഉണ്ട്. ഫേക്ക് പേഴ്സണാലിറ്റി. എത്ര നെഗറ്റീവ് കമൻസ് ഡിലീറ്റ് ആക്കിയാലും വ്യൂവേഴ്സ് അങ്ങ് കൂടുന്നില്ലല്ലോ. ട്രെൻഡിങ് നമ്പർ 1 പോയിട്ട് ട്രെൻഡിങ് 100 പോലും എടുക്കില്ല ഇനി. ഇത് പേർലിയുടെ ചാനൽ തന്നെയല്ലേ? 13 hours ആയിട്ട് ഈ വീഡിയോ 23K ഉള്ളൂ. ഐ ടോൾഡ് യു, അതാണ് പ്രശ്നം. യു ഷുഡ് ഹാവ് സെഡ് എ സിംപ്ലി സോറി ഇൻ എ 30 second ഷോർട്സ് ആൻഡ് പ്രൊസീഡഡ്, ബട്ട് നോ, യു ആൻഡ് യുവർ ഈഗോ. ഇങ്ങനെ കുറേ കമൻസ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കമൻസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ഇതാണ്: ടേക്ക് ഇറ്റ് ആസ് എ ലൈഫ് ലെസൺ. ഐ ആം പേർലി മണി എന്നൊക്കെ പറഞ്ഞ് നടക്കരുത്. ബ്ലൂ വേവ്സ് എന്ന് പറയുന്ന ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇട്ടിരിക്കുന്നെങ്കിലും റിയൽ കമൻ്റ് ആണ് അതൊന്ന്. ഈഗോ ആൻഡ് പ്രൈഡ് ഈസ് ഇൻ എവരി വൺസ് ഹേർട്ട്, ബട്ട് അണ്ടർസ്റ്റാൻഡിങ് യു ആർ നത്തിങ്. The view you got in last 2 days is a reminder that the same people who took you to the top has the power to pull you down. അതൊരു നല്ല കമൻ്റാണ്. ബിക്കോസ് അത് നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ ഒരു അക്സെപ്റ്റൻസിന് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അതാണ് ലൈഫ്, നിങ്ങളുടെ ഏണിങ് എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പം അവിടെ നമ്മൾ ചില ഇടങ്ങളിൽ നമ്മൾ മൗനമായിരിക്കണം. സോ നമുക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നമുക്ക് അഭിപ്രായങ്ങളുണ്ട്, നമുക്ക് ശക്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഡോണ്ട് ഗോ വിത്ത് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. അത്രയേ ഉള്ളൂ. ഞാൻ പേളി ഹേറ്ററല്ല, ബട്ട് കമൻറ്റ് ഡിലീറ്റ് ആക്കുന്ന ക്രൂവിലുള്ള ചെറ്റ്. എന്താ ആക്കിയില്ലേ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? I saw your videos about criticism and then you block it. Many people on Instagram, അത് ബ്ലോക്കൊക്കെ ഉണ്ടാകും, സ്വാഭാവികം, അതൊന്നും ഒരു വലിയ ഇതായിട്ട് പറയണ്ട. ക്ലാരിഫിക്കേഷൻ വീഡിയോ മുക്കിയല്ലേ? പോസിറ്റീവ് കമൻസിന് മാത്രം ലവ്, അല്ലാത്തതൊന്നും ഡിലീറ്റ് ആക്കിയില്ല. ഇപ്പോൾ ഞാൻ പേളി ഹേറ്റർ അല്ല, ബട്ട് കമൻറ്റ് ഡിലീറ്റ് അതൊക്കെ രണ്ടാമത് എഴുതി വെച്ചതാണെന്ന് തോന്നണം. എയറിൽ നിന്ന് ബഹിരാകാശത്തേക്ക് ഞാനിട്ട കമൻറ്റും ഡിലീറ്റ് ചെയ്തു. Pearly is in an interview. I never get negative comments. Le universe. Pride comes before a fall. കഷ്ടോടെ അങ്ങനെയൊന്നും പറയാതെ. I love criticism. That's what helped me grow. Actually, there is no bad ones. Isn't that Donwar? ഇത് ആ കുട്ടി ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അവൾ അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് ക്രിറ്റിസിസം ഇഷ്ടമാണ്, എന്നാലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ബാഡ് കമൻസ് ഒന്നും വരാറില്ല. ഐ എം വെരി മച്ച് ഓക്കെ എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതൊരു സത്യവുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഇട്ട 10 days മുമ്പ് ഇട്ടത് വരെ 1.4 lakh വ്യൂ ഉണ്ട്. 3 lakhs വ്യൂ 2 weeks മുമ്പ് ഇട്ടത്. അതിന് മുമ്പ് 3 weeks ഇട്ടതും 3 lakhs വ്യൂ. 4 weeks മുമ്പ് ഇട്ടതും 3 lakhs. 1 month മുമ്പ് ഇട്ടത് 7, 5. ഇതൊക്കെ ലാക്ക് വ്യൂ ആണേ, ലാക്സ് ഓഫ് വ്യൂ. പക്ഷേ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ലാസ്റ്റ് ടൈം ഇട്ടിരിക്കുന്ന വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന 28K. ഇത് 46 lakhs വ്യൂ, പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൻ്റെ അവസ്ഥയാണ്. ഇതിലും ഒത്തിരി പേര് പോയിട്ടുണ്ട്, ഒത്തിരി പേര് ഉപേക്ഷിച്ചിറങ്ങി പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് പറയണമെന്ന് തോന്നിയതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ ബിഗ് ബോസിനകത്തുള്ള അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് അവരെന്തോ പാവമാണ്, നല്ലതാണ് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അവരുടെ ഉള്ളിലുള്ള കുടിലത അവരെത്ര കാലം ഒളിച്ചു വെച്ചാലും അത് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ബിഗ് ബോസിൽ പിന്നീട് അഖിൽ മാരാറിൻ്റെ ഷോ വന്ന സമയത്തും സ്ത്രീകൾക്ക് വേണ്ടി ഇവളൊന്നും പറഞ്ഞു കണ്ടിട്ടില്ല. ബിക്കോസ് അവൾ അതിനകത്ത് സഫർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. മിണ്ടാതിരുന്നത് തന്നെ നന്നായി, അത്രയും ദിവസം കൂടെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നല്ല. ഇനി മാപ്പിളയെ മിണ്ടാട്ടി കൂടെ നല്ല ജോലിക്കും ഇറങ്ങും. അല്ലാതെ ഇനി ഇതും കൊണ്ട് കൊച്ചുങ്ങളെയും കാണിച്ചും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല പലരെ കളിയാക്കാൻ അവൾ വലിയ ഉത്സാഹം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊന്നുമില്ല, ജലസി മാത്രമാണ്. ഇപ്പം ദിയ കൃഷ്ണ, അഹാന, അങ്ങനെ അവർ കെ ഗ്രൂപ്പിൻ്റെ
മൊത്തം പിള്ളേരെല്ലാം തന്നെ അവർക്കറിയാം. അവർക്ക് ഒരുപക്ഷെ ഇതിനേക്കാൾ എത്രയോ ടോപ്പ് റീച്ച് കിട്ടുമായിരുന്നു. അവരുടെ അപ്പൻ്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ടാണ് അവർ ഇത്രയും ഹേറ്റേഴ്സ് കിട്ടുന്നത് അവർക്ക്. പക്ഷെ അവരെ കുത്താൻ ഇവൾ ഭയങ്കര മിടുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മറ്റൊരാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? മറ്റൊരാൾക്കെതിരെ അടിയിൽ കൂടെ പണിയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമുക്ക് നമ്മളുടെ കഴിവിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ്. ഞാൻ എന്ന വ്യക്തിക്ക് ഒരു കഴിവുണ്ടെന്നും എനിക്ക് എവിടം വരെ എത്താൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു വ്യക്തിയെ താഴ്ത്താൻ തോന്നത്തില്ല. കാരണം അവരെ താഴ്ത്തിയല്ല ഞാൻ ഉയർന്നു വരേണ്ടത്. എനിക്ക് എൻ്റെതായ സ്പേസ് ഉണ്ടാകണം. അല്ലാതെ അവരുടെ ആ സ്പേസ് അവരിപ്പം നിറഞ്ഞു നിൽക്കുന്നവരെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് എനിക്ക് അവിടെ കയറാം എന്ന് വിചാരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ അപ്കമിങ് ആയിട്ട് വരുന്ന ഒരാൾ എനിക്ക് ത്രെട്ടാണെന്ന് തോന്നി അവരെ തട്ടിക്കളയുന്നിടത്ത് നമ്മൾ ആത്മവിശ്വാസം ഇല്ലാത്തവരെന്നുള്ളതാണ്. സെൽഫ് റെസ്പെക്റ്റോ സെൽഫ് ലവോ ഇല്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പേളിയുടെ അവസ്ഥയിൽ സങ്കടമുണ്ട്, പക്ഷേ ക്വൈറ്റ് നാച്ചുറൽ. ഉള്ളിലുള്ള ആ ഒരു കുടിലത പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള എൻ്റെ എതിർപ്പല്ല പേളിയോടുള്ളത്. പേളിയുടെ ആറ്റിറ്റ്യൂഡാണ് ശരിയല്ലാത്തത്. പേളിക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട്. സേ സോറി ടു ദ പീപ്പിൾ, സേ സോറി ടു ഹിം. അതും വളരെ ജെന്യൂനായി ആളുകൾക്ക് അക്സെപ്റ്റൻസ് ഉള്ള രീതിയിൽ പറയുക. ബിക്കോസ് നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ചാനൽ അവിടെ എക്സിസ്റ്റ് ചെയ്യണം. അതിൽ കൂടെയുള്ള വ്യൂ നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം വന്നുകൊണ്ടിരുന്ന ഇൻകത്തിൻ്റെ റേഷ്യോ അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലുള്ള ലക്ഷറി നിങ്ങൾ മാക്സിമം ആക്കിയിട്ടുണ്ട്. ദാറ്റ് ലക്ഷറി ലൈഫ് അത് കണ്ടിന്യൂ ചെയ്തു പോകണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ആവണം. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിനകത്ത് ഈഗോ വിചാരിച്ചുകൊണ്ടും ദൂരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തതുകൊണ്ടൊന്നും ഇതിനൊരു റെമഡി ഉണ്ടാകത്തില്ല. റെമഡി വളരെ സിമ്പിളായിട്ട് സോറി പറയുക ആൻഡ് ദ റിയാലിറ്റി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ബിക്കോസ് നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന നല്ലൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഇൻഫ്ലുവൻസറായ നിങ്ങളിൽ കൂടെ ഈ സാധനം പുറത്തേക്ക് വരാൻ ഗവൺമെൻറ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളെ സമീപിച്ച കാര്യമാണെന്നും ഈ കാര്യം ഇങ്ങനെയാണെന്നും വളരെ ജെന്യൂനായിട്ട് പറഞ്ഞാൽ പീപ്പിൾ ക്യാൻ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം ഭരണത്തിലിരിക്കുന്ന ഒരു സംഗതി വന്ന് നമ്മളടുത്തൊരു കാര്യം പറയുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. ആ കാര്യവും തുറന്നു പറയുക, എനിക്ക് അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ടായിരുന്നു, എനിക്ക് ഭയം ഉണ്ടായിരുന്നു എന്ന് പറയുക. പിന്നെ അത് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ധ്രുവറാത്തെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ ആരും മുക്കി പിടിച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും പോസിബിൾ അല്ല. നിങ്ങൾക്കപ്പോൾ അതിനകത്തോട്ടൊരു ചായവുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതിൻ്റെ രത്ന ചുരുക്കം എന്നാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റിൽ കൂടെ തിരുത്താം. ദയവ് ചെയ്ത് പൊളൈറ്റായിട്ട് പറയുക. ചുമ്മാ എന്നെ ഇട്ട് ചൂടാക്കരുത്. ഞാനും വല്ലതൊക്കെ പറയും, എന്നെ ഇട്ട് ഉപദ്രവിക്കരുത് കേട്ടോ. സോ ഇപ്പോഴേ എനിക്ക് പറയാനുള്ളത്, പോട്ടെ കളി, നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പേളി റിക്കവറായി വരട്ടെ, തിരിച്ചു വരട്ടെ, നല്ല ജേർണി നന്നായിട്ട് പോകട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, സെൽഫിഷായിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ആൻഡ് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടല്ല നമുക്ക് വിജയം നേടേണ്ടതെന്നുള്ളത് ഒരു തിരിച്ചറിവാണ് പേളിയുടെ വിഷയത്തിൽ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ അങ്ങനെ ഒരു അഭിപ്രായം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. ഇപ്പം CJP എന്ന് പറയുന്ന പാർട്ടിയല്ല, അതങ്ങനെ ഒരു സംഘടന, അവർ മുന്നോട്ട് വെച്ചത് ഒരു വലിയ ആശയമാണ്. അവർക്കൊപ്പം എല്ലാവരും പോയി ചേർന്നത് മറ്റുള്ളവർക്കില്ലാത്തൊരു പവർ CJPക്ക് ഉള്ളത് കൊണ്ടാണ്, യങ് ജനറേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ കുട്ടികൾക്കൊപ്പം നിന്നില്ലെങ്കിലും അവരെ ഇകഴ്ത്തുന്നത് കമൻസ് പറയരുത്. ഇപ്പോൾ കങ്കണ റോഡിലിട്ട് അടിക്കുന്നുണ്ട് ആൾക്കാർ. കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ തുടരുത്. ഇപ്പം പേളി മണിയുടെ കുട്ടികൾ നമ്മൾ വല്ലതും പറഞ്ഞ പേളി വിടുവോ? പേളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മമ്മ ബിയറാണെന്ന്. അപ്പോൾ ആ മമ്മ ബിയർ അത് മനസ്സിലാക്കണ്ടേ? കുട്ടികളെല്ലാം നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് അവരവിടെ കിടന്ന് അടികൊള്ളുന്നത് കണ്ടിട്ടില്ല. നമ്മളൊന്ന് നുള്ളി നോവിക്കുമോ നമ്മുടെ കുട്ടികളെ? നമ്മുടെ പൈതലുകൾ, അതും എഞ്ചിനീയറിങ്ങിനും ഡോക്ടറും ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അതൊക്കെ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള വീട്ടിൽ നിന്ന് വരുന്നതല്ലേ. അങ്ങനെയുള്ള കുട്ടികളെ അവർ നടു റോട്ടിലിട്ട് അടിച്ച് കോലുകൊണ്ട് അകത്തേക്ക് കുത്തി എന്തൊക്കെയാണ് അവറ്റകൾ ചെയ്തത്? ഫുഡില്ലാണ്ട് അവർ അത് ലൈറ്റായിട്ടേ എടുക്കുള്ളൂ. അത് ആ കുട്ടികളുടെ ആ ഒരു ഏജ് അതാണ്. അവർക്കതൊന്നും ഒരു വിഷയമില്ല. നിങ്ങൾ ആ 5 ദിവസം പട്ടിണി ഇട്ടാണ് അവരോടെ കിടക്ക് പാട്ട് പാടും. കാരണം അവർക്ക് ഇതിൻ്റെ ലൈഫിൻ്റെ സീരിയസ്നെസ് അറിയുന്ന ഒരു കുട്ടികളല്ല. അപ്പോൾ അവർ അത്രത്തോളം വിഷമത്തോടു കൂടി ഒരു വിഷയത്തിൽ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അത്രയും ഹേർട്ടഡ് ആയിട്ടാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് എഗൻസ്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അത് സോറി പറയുക. അറ്റ് ദ മീൻ ടൈം നിങ്ങളുടെ പ്രൊഫഷനെ റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ അയാളുടെ പതനം ആണ് നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ നിങ്ങളൊരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയാൻ തന്നെ അർഹതയില്ലാത്ത സ്ത്രീയാണ്. സോ ഓൾ ടോട്ടൽ എൻ്റെ ഒരു അഭിപ്രായമാണിത്. നന്ദി.